പാളയംകോടൻ പഴം വരട്ടിയത് വെച്ചിട്ടുള്ള പ്രഥമൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാത്രത്തിലേക്ക് ചെറുപഴം വരട്ടിയതെടുക്കാം. പഴത്തിന്റെ അത്ര തന്നെ ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെയ്യൊന്നും ചേർത്തിട്ടില്ല. 1 കിലോ പഴത്തിന് 1 കിലോ ശർക്കര. ഇത് 5-6 മാസം മുമ്പ് ഉണ്ടാക്കിയതാണ്. 25-30 മിനിറ്റ് വേണം ഇങ്ങനെ വരട്ടിയെടുക്കാൻ. ഇതിപ്പോ 1.5 കപ്പ് അളവിൽ പഴം വരട്ടിയതുണ്ടാവും. ഉരുളിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഉണ്ട ശർക്കര പൊട്ടിച്ചെടുത്തതാണിത്. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഉണ്ടാവും. ഇത് പൊടിയാക്കി എടുക്കുകയാണെങ്കിൽ അലിഞ്ഞ് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി പഴം വരട്ടിയത് ചേർക്കാം. വേണ്ടത്ര ശർക്കര വരട്ടണ സമയത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലും ചെറുപഴം ആയതുകൊണ്ട് ഇത്തിരി മധുരം കൂടുതൽ വേണം. അതുകൊണ്ടാണ് കുറച്ച് ശർക്കര ഇപ്പോൾ ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ ശർക്കരപ്പാനിയിൽ അലിഞ്ഞു വരും പഴം വരട്ടിയത്. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി നാളികേരത്തിന്റെ 2ാം പാൽ ഒഴിക്കാം. ഒരു വലിയ നാളികേരം ചിരകി പാലെടുത്തതാണ്. അതിന്റെ 2ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇളക്കാം. ചൂടായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ ഉരുളിയുടെ അടി പിടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്തിരി കുറുകിയ പോലെയായി. ഇനി 1ാം പാൽ ഒഴിക്കാം. കട്ടിയുള്ള പാലാണ്. ഇനി കൂടുതൽ നേരം തിളയ്ക്കേണ്ട. ഉരുളിയാവുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചാലും കുറച്ച് നേരം നല്ല ചൂടുണ്ടാവും. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. നാളികേരക്കൊത്ത് 6 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു റോസ് നിറമാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി പ്രഥമനിലേക്ക് നാളികേരക്കൊത്ത് വറുത്തത് ചേർക്കാം. നല്ല മണമാണ് ഇങ്ങനെ വറുത്തിടുമ്പോൾ. ഇളക്കിയിട്ട് എല്ലാം യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല സ്വാദുള്ള ചെറുപഴ പ്രഥമൻ റെഡിയായി കഴിഞ്ഞു.